എക്സ്ക്യൂസ് മീ, എന്താ നിങ്ങൾ ഇന്ത്യൻ ആണോ? അതെ അതെ, ഞാൻ ഇന്ത്യനാണ്. എങ്കിൽ ഞാനൊരു ഡിറ്റക്റ്റീവ് ആണ്. ഈ ചിപ്പ് പിടിച്ചോ. ഇവിടെ ഒരു മനുഷ്യൻ ഈ കൺട്രിയുടെ സീക്രട്സിനെ ഈ ചിപ്പിൽ വിൽക്കാൻ വന്നിരുന്നു. എന്നിട്ട് ഞാൻ അയാളുടെ ഈ ചിപ്പ് മോഷ്ടിച്ചോടിയതാ. ഓക്കേ, ഞാൻ ഇപ്പോഴാണ് ആദ്യമായിട്ട് ഒരു ഡിറ്റക്റ്റീവിനെ കാണുന്നത്. പതുക്കെ സംസാരിക്ക്. ഇവിടെ ആരും മനസ്സിലാക്കരുത്. ആ ആൾക്കാരുടെ പോലീസിന്റെ വേഷത്തിൽ എന്റെ പുറകെ ഉണ്ട്. നിങ്ങൾ ഇത് വെച്ചോ, ഞാൻ നിങ്ങളുടെ പിന്നെ എടുത്തോളാം. അതൊക്കെ ശരിയാണ്, പക്ഷെ ഞാൻ ഇത് എവിടെയാണ് ഒളിച്ചു വെക്കുക? എങ്കിൽ ഒരു മിനിറ്റ്, ഒരു മിനിറ്റ്. നിങ്ങളുടെ ഷൂ ഇട്ടാ. യെസ്, ഇന്നിതേറ്റോ ആർക്കും മനസ്സിലാകത്തില്ല. പിന്നെ നിങ്ങളൊരു ടൂറിസ്റ്റ് അല്ലേ, ആരും നിങ്ങളെ സംശയിക്കില്ല. നിങ്ങൾ ആരോടും പറയാതിരുന്ന മതി. ടിപ്പ് ടോപ്പ് സീക്രറ്റ് ആണ്. ഇല്ല, ഞാൻ പറയില്ല. പത്തുലു ഒന്ന് വേഗം വരൂ, വേഗം വരൂ. എന്റെ മോട്ടു, എന്താ പറ്റിയത്? എന്തിനങ്ങനെ കിടന്ന് അലറുന്നേ? അതെ, ഈ നാടിന്റെ സീക്രട്ട് ഷിപ്പ് ഇപ്പൊ എന്റെ കയ്യിലാണ് ഉള്ളത്. ഒരു ഡിറ്റക്റ്റീവ് ഓഫീസർ ഗുണ്ടകളെ പേടിച്ചിട്ട് എന്റെ കയ്യിൽ കൊണ്ടുവന്ന് തന്നതാ. എന്നിട്ട് അയാളങ്ങ് പോയി. ഇപ്പൊ ഗുണ്ടകള് പോലീസിന്റെ സഹായത്തോടെ അവനെ അന്വേഷിച്ചോണ്ടിരിക്കുകയാണ്. അതുപോലെ എനിക്ക് ഈ ചിപ്പ് അവന്റെ അടുത്തേക്ക് തിരിച്ചെത്തിക്കുകയും വേണം. അല്ല, നിങ്ങളെല്ലാവരും എന്തിനാ എന്നെ ഇങ്ങനെ മിഴിച്ചു നോക്കുന്നത്? എന്റെ 20 കൊല്ലത്തെ അനുഭവത്തിൽ ഒരു ഡിറ്റക്റ്റീവിനെ ഞാൻ നേരിട്ട് കണ്ടിട്ടേ മോട്ടോ. എന്നെ അദ്ദേഹത്തിനൊന്ന് പരിചയപ്പെടുത്തി തരുമോ? അല്ല, നിങ്ങളൊക്കെ എന്തിനാ എന്നെ ഇങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുന്നത്? അതെ, നിങ്ങളുടെ ആവശ്യമൊന്നും ഇവിടെ ഇല്ല. ഗസിറ്ററാമേ, ഞാൻ തീർച്ചയായിട്ടും കാണിച്ചു തരാന്നേ. എന്ത് ഡിറ്റക്റ്റീവിനെ കാണിച്ചു തരാന്നോ? സിആർഡിയെ പരിചയപ്പെടുത്തുമോ? എന്റെ ദൈവമേ, ഏത് പൊട്ടന്റെ കയ്യിലാണ് ഈ ചിപ്പ് കൊടുത്തത്? അയ്യോ, ഇയാളെ മുഴുവൻ ലോകത്തിനൊക്കെ വിളിച്ചറിയിക്കുവാണല്ലോ. പത്തുലു കേക്ക്, നമ്മൾ ഇനി എവിടെയെങ്കിലും ആ ധൈര്യമുള്ള ഡിറ്റക്റ്റീവിനെ കാണുവാണെങ്കിൽ ഈ ചിപ്പ് നമുക്ക് അവന് തിരിച്ചു കൊടുക്കണം. ഞങ്ങൾക്കും കാണണം ആ സിആർഡിനെ. എടോ, നിങ്ങളൊക്കെ ഒന്നും മിണ്ടാതിരിക്കുന്നുണ്ടോ? എന്നാൽ ഇത് പറ മോട്ടു, ചിപ്പ് എവിടെയാണ്? ഇത് കണ്ടില്ലേ? ഈ ഷൂവിനടിയിലുള്ള ലെതറിനുള്ളിലാണ് ഞാൻ ചിപ്പ് വെച്ചിരിക്കുന്നത്. അയ്യോ, എന്ത്? ബലിയേട്ടാ, വേഗത്തിലെ പരുന്തിനെ പിടിക്കേ. എന്റെ ചങ്ക, എന്റെ ബ്രോ, എന്താ എന്നെ പിടിക്കാൻ പറയുന്നത്? എന്റെ അടുത്ത് ചിറകാണ് ഉള്ളത്. ഡോക്ടർ ജഡ്ക, വേഗം ഫ്ലൈയിങ് ഹെൽമെറ്റ് എടുക്കൂ. ഇതാ, എല്ലാരും ഇട്ടോളൂ, നമുക്ക് അവനെ പിടിക്കാം. എന്റെ ഹെൽമെറ്റ് ഊരിപ്പോയി. രക്ഷകനെ, മമ്മി, രക്ഷകനെ. ഇങ്ങനെയാണെങ്കിൽ നമ്മൾ എങ്ങനെയാ ഡിറ്റക്റ്റീവിനെ കണ്ടുപിടിക്കുക? നമുക്ക് ആ പരുന്തിന് പിന്നാലെ ഫോളോ ചെയ്ത് പോകാം. അതിന് നമ്മളെ കാണാൻ കഴിയില്ല. ചേട്ടാ, എന്റെ ചങ്ക, എന്റെ ബ്രോ, ആരും വിഷമിക്കണ്ട. എന്റെ അടുത്ത് ഒരു സ്പ്രേ ഉണ്ട്. ആ സ്പ്രേനെ നമ്മുടെ മേത്ത് സ്പ്രേ ചെയ്യണം. അപ്പൊ അതിനെ കൊണ്ട് കാണാൻ കഴിയില്ല. അതെ, എല്ലാവരും അവരുടെ ഹെൽമെറ്റ് ഇട്ടോളൂ, നമുക്ക് പറന്നു പോകാം. അല്ല, നിങ്ങളെല്ലാവരും എന്തിനാ എന്നെ ഇങ്ങനെ മിഴിച്ചു നോക്കുന്നത്? ചേട്ടാ, എന്റെ ചങ്ക, എന്റെ ബ്രോ, എനിക്കെങ്ങനെ അറിയാം? അതെ അതെ, അങ്ങനെ ചെയ്യാം നമുക്ക്. മിണ്ടാതിരിക്കെ, മുമ്പിൽ ദേ അവര് നിൽക്കുന്നുണ്ട്. എന്തിനാ എന്റെ ചങ്ക വിഷമിക്കുന്നേ? എന്റെ സ്പ്രേ കാരണം എല്ലാവരും ഇപ്പൊ ഇൻവിസിബിൾ ആണ്. നമുക്ക് സാധാരണയായിട്ട് നടന്നു പോവാം, അവരെ കൊണ്ട് കാണാൻ കഴിയില്ല. പക്ഷെ ആരും ഒന്നും സംസാരിക്കരുത്. ആരത്? അല്ല, ഇതെന്താ സാധനം? ഇതിനു മുമ്പ് ഇതൊന്നും ഇവിടെ കണ്ടതല്ലോ. അടിച്ച് പപ്പടാക്കിതിനെ. എന്റെ
ഞങ്ങളൊക്കെ ഇൻവിസിബിൾ ആണല്ലോ, പിന്നെ എങ്ങനെയാ നിങ്ങൾ ഞങ്ങളെ കണ്ടത്? ആദ്യം നിങ്ങളുടെ ഹെൽമെറ്റ് മാത്രമേ കാണാൻ കിട്ടിയുള്ളൂ. ഇപ്പൊ നിങ്ങൾ എല്ലാവരും കാണാൻ പറ്റുന്നുണ്ട്. എന്റെ സ്പ്രേന്റെ എഫക്ട് തീർന്നെന്നാ തോന്നുന്നത്. ഒരു വലിയേട്ടനെ എഴുന്നേപ്പിച്ച് നിർത്ത്. ഹെൽമെറ്റ് എന്തുകൊണ്ടാ നിങ്ങൾ ഇൻവിസിബിൾ ചെയ്യാതിരുന്നത്? Hey, stop. ദേ വന്നല്ലോ നമ്മുടെ ധൈര്യവാൻ ഡിറ്റക്റ്റീവ്. എന്തായാലും ഇത് നന്നായി. അവസാനം നിങ്ങളുടെ കയ്യിൽ തന്നെ കിട്ടിയല്ലോ. എന്റെ പൊന്നു ചേട്ടാ, ഈ ഗുണ്ടകളൊക്കെ ഉണ്ടല്ലോ എന്നെ ഒരുപാട് ഇടിച്ച് പപ്പടമാക്കി കളഞ്ഞു. ഇനി കൂടുതൽ അടിക്കട്ടും. പക്ഷെ എന്തിന്? നിന്നോട് ഈ കാര്യം സീക്രട്ട് ആയിട്ട് വെക്കാനാ പറഞ്ഞ. പക്ഷെ ഈ നഗരത്തിൽ മുഴുവൻ നടന്ന് നീ പറഞ്ഞു. നീ കാരണം പോലീസ് മുഴുവൻ എന്റെ പുറകെ നടന്നു. അടിക്കവനെ. ഒരു മിനിറ്റ്, നീയും ജാസൂസും കള്ളന്മാര് തന്നെ അല്ലേ? ഞാൻ ഇന്റർനാഷണൽ ഡോൺ ഹാരി ആണ്. ഈ നാട്ടിലെ എല്ലാ സീക്രട്ടും ഈ ചിപ്പിലുണ്ട്. ഇത് ഞാൻ കോടികൾക്കായിട്ട് വെക്കും. പിന്നെ എന്തിനായിരുന്നു നിങ്ങൾ ആ ചിപ്പ് എനിക്ക് തന്നത്? പോലീസ് എന്റെ പുറകിലുണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ. ഇനി അഥവാ പിടിക്കപ്പെട്ടാൽ എന്റെ കയ്യിൽ ആ ചിപ്പ് ഉണ്ടാവില്ല. ഈ പരുന്തിന് നിങ്ങൾ വളർത്തിക്കൊണ്ടിരിക്കുന്നതാണോ? ഇതൊരു റോബോട്ടിക് പഴുന്താണ്. ഇതിന്റെ റിമോട്ട് കൊണ്ടാണ് പ്രവർത്തിക്കുന്നത്. വെറുതെ ഓരോന്ന് പറയാതെ ആ ചിപ്പ് ഇങ്ങോട്ട് തന്നോളൂ. അല്ലെങ്കിൽ മോട്ടൂന് ദേഷ്യം വന്നാലുണ്ടല്ലോ, നിന്നെ പീസ് പീസാക്കിയിട്ട് മാറ്റി കളയും ഇവൻ. നിന്റെ പരുന്തിന്റെ റിമോട്ട് തവിട് പൊടിയാക്കും ഞങ്ങള്. ഇതിന് തല്ലുന്ന കാര്യമൊക്കെ അവിടെ നിൽക്കട്ടെ. ആദ്യം നിങ്ങളൊക്കെയാണ് ഇപ്പൊ തല്ല് മേടിക്കാൻ പോകുന്നത്. എനിക്ക് പേടിയാവുന്നു. ഇങ്ങനെ ആക്രമിക്കുന്നല്ലോ. പൊളിച്ചാർത്തല്ലോ. എന്റെ 20 കൊല്ലത്തെ അനുഭവത്തിൽ ആദ്യമായിട്ടാണ് ഞാനൊരു പരുന്തിന്റെ അടുത്ത് അടി വാങ്ങുന്നത്. ഞാനും അങ്ങനെ തന്നെ. ഇനി ഈ പരുന്തിനെ ഗുണ്ടകളുടെ പിന്നാലെ വിടാം. വിട്, എല്ലാം വിട്, വിട്, വിട്. ചിപ്പ് തരാനാ പറഞ്ഞ്. ഞാൻ തരത്തില്ല. എനിക്കിത് കൊണ്ട് കോടികൾ രൂപ കിട്ടാൻ പോകുന്നുണ്ട്. തരില്ല എന്ന് പറഞ്ഞാൽ ഈ പരുന്ത് നിന്നെ ദൂരത്തേക്ക് കൊണ്ടുപോയി ഇടുന്നത് ഒരു വോൾക്കാനോയിലായിരിക്കും. ഇവിടെ അടുത്ത് എവിടെയെങ്കിലും ഒരു വോൾക്കാനോ ഉണ്ടോ? അതെ അതെ ഉണ്ട്. ഇവിടുന്ന് 100 കിലോമീറ്റർ ദൂരെ. അയ്യോ, ഞാൻ എന്തിനാ പറഞ്ഞേ? ഞാൻ എന്തിനാ നിന്നോട് പറഞ്ഞേ? മര്യാദക്ക് ചിപ്പ് തരാനാ പറഞ്ഞ്. ഞാൻ തരാം. എന്നാ പിടിച്ചു. ഇനി എന്നെ വിട്. ഞാൻ ചിപ്പ് തന്നില്ല തിരിച്ച്. എന്തേ? Leave me, please, leave me. What's this? എന്തിനാ പോലീസ് ഇവിടെ വന്നേ? ചിങ്കത്തിന്റെ അടുത്ത് രക്ഷപ്പെടുന്നത് എംപോസിബിള്. അറിയാമല്ലോ, എംപോസിബിള്. പോലീസ് വിൽ ഓൾവേസ് ബി ഓൺ ഡ്യൂട്ടി. പോലീസ് ഒരിക്കലും ഡ്യൂട്ടി ചെയ്യാതിരിക്കാൻ കഴിയില്ല. ഞാൻ എന്റെ പണി ഭംഗിയായി ചെയ്ത് കഴിഞ്ഞു. ഒരുപാട് നന്ദിയുണ്ട്. നിങ്ങൾ ഭയങ്കര അപകടകാരനായ ഒരു ഡോണിനെയാണ് പിടികൂടി തന്നത്. വേഗം വാ, പുറത്ത് പോയി പട്ടം വിട്ട് കളിക്കാം. എനിക്കാണെങ്കി ഇവിടെ വിശന്നിട്ട് വയ്യ. നിനക്കിങ്ങനെ പട്ടം പറപ്പിച്ച് നടന്നാ മതിയല്ലോ. അതിന് ഇവിടെയൊക്കെ എവിടെയാ പട്ടം ഉള്ളത്? മോട്ടു, ഞാൻ പട്ടം എന്ന് പറഞ്ഞത് കയറ്റിനെ അല്ല, പരുന്തിനെ ഉദ്ദേശിച്ചാണ്. വാ, നമുക്ക് ഈ റിമോട്ട് കൊണ്ട് പരുന്തിനെ പറപ്പിച്ച് കളിക്കാം. ഓക്കേ. Oh no! എന്നെ വിളിച്ചു. എന്നെ ഒന്നും ചെയ്യല്ലേ. അയ്യോ, ആ ചിപ്പ് ഞാൻ ആരുടെ കൊടുത്തിട്ടുണ്ട്. ഞാനെല്ലാം എന്റെ കയ്യിൽ ഇപ്പൊ ഒന്നുമില്ല. അയ്യോ, ഞാൻ എന്തിനാ മനുഷ്യന് ഇപ്പൊ ചിപ്പ് കൊടുത്ത? അയ്യോ. Watch India's largest kids library only on Jio Hotstar. Download the app now.